ഇന്ന് ഞാനിവിടെ മാഞ്ഞാലി ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മാഞ്ഞാലി എന്ന സ്ഥലത്ത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പം മുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് എണ്ണയും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരമണിക്കൂർ ഇത് മാറ്റി വെക്കണം, മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് മുളക് പൊടി ചേർക്കണം എന്നുള്ളവർക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് അടച്ചിട്ട് നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാറ്റി വെച്ച ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. ചിക്കനിലേക്ക് ഇതാ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ഓയിൽ മാത്രമല്ല ഒഴിച്ച് കൊടുക്കുക. ഈ ബിരിയാണിയുടെ സ്പെഷ്യൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ കുറച്ച് പട്ട ഇട്ട് കൊടുത്തു, പിന്നെ പെരിഞ്ചീരകം, 2 കുരുമുളക് എന്നിവ, ഇതാ ഒരു ബേ ലീവ്സിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ഒരു സവാളയുടെ ഒരു പീസും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. അതും കൂടെ ഇട്ടൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. അതുപോലെ നമ്മൾ വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ല എരിവ് താല്പര്യമുള്ളവർക്ക് മുളക് ഒന്ന് നല്ല ചതച്ചിട്ടെടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ ഇത് വെറുതെ ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. ഒരു 3 സവാളയാണ് ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, സവാള പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാള. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതാ നമ്മൾ ഉള്ളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കുറച്ച് തക്കാളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തക്കാളി നന്നായിട്ട് പേസ്റ്റ് ആവുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. നന്നായി വെന്ത് വരണം കേട്ടോ തക്കാളി. ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതാ അതുപോലെ ചിക്കനൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യം വരും. പിന്നെ ഈ മസാലയിലും പാർന്നു കൊടുക്കാം. പിന്നെ അത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. ഈ മസാലകളൊക്കെ നന്നായിട്ട്, കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കണ്ടേ. ഈ മസാലയൊക്കെ നന്നായിട്ട് വഴറ്റി മൂത്ത് വരണം. അതാ നമ്മൾ വഴണ്ടി വന്നിട്ടുണ്ടെല്ലാം. ഇപ്പം നമ്മളിതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തൈര് ഒഴിച്ചു കൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മളെ മസാലയ്ക്ക്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കസൂരി മേത്തി നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പറഞ്ഞാൽ കിട്ടുന്നതാണ്. അത് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അതാ നമ്മളിതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ ചിക്കൻ്റെ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്ക് ചോറ് വയ്ക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു കളറും കിട്ടും, നല്ലൊരു ഫ്ലേവറും ആയിരിക്കും റൈസിന്. അപ്പോൾ അതാ നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല തിളച്ച് നമ്മളെ മസാല പാകത്തിനായിട്ടുണ്ട്. അതവിടെ കിടന്ന് തിളയ്ക്കട്ടെ. അപ്പം നമുക്ക് ഇപ്പോഴേക്കും നമ്മുടെ ചിക്കൻ വറുത്തെടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച ചിക്കനാണ്, അതുകൊണ്ട് അധികം സമയം ഫ്രൈ ചെയ്താൻ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. അത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ചിക്കന് കിട്ടുക. കറിവേപ്പിലയുടെ ഒരു
സ്മെല്ല് വരുമ്പോൾ. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ച ചിക്കനാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഉള്ളിൽ വന്നിട്ടില്ല എന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ നല്ല സോഫ്റ്റും ആവട്ടെ. ഇതുപോലെ വേവിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റിയെടുക്കാം. അതാ ചിക്കനൊക്കെ ഇതുപോലെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ മസാലയ്ക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എരിവൊക്കെ ആവശ്യമുള്ളവർക്ക് കൂടുതൽ എരിവൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം പാകമാണ്. നമ്മളിത് അതിലേക്ക് കുറച്ച് പുതിനയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വയ്ക്കാൻ നോക്കാം. ഇതുപോലെ ഒരു ചെമ്പ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ്, ഞാൻ ഇപ്പോൾ ഡാൽഡ അല്ല കേട്ടോ അവിടെ യൂസ് ചെയ്യുന്നത്, നെയ്യാണ് യൂസ് ചെയ്യുന്നത്. നെയ്യ് ഇത്തിരിയും കൂടെ ഹെൽത്തി ആണല്ലോ. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോറിനൊരു കളറും കിട്ടും, നല്ലൊരു ഫ്ലേവറും ആയിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീവ്സ്, കുരുമുളക്, തക്കോലം, ജാതിപത്രമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളി, ക്യാരറ്റ്, ക്യാപ്സിക്കം എല്ലാം കൂടെ ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാപ്സിക്കൊക്കെ പച്ച നിറമൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക കളറാണ് റൈസിന് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മളെ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിന് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം റൈസിന്. ഇതുപോലെ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ റൈസ് കഴുകി കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല വേവുള്ള അരിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ വേണമെങ്കിൽ ഒരു ലേശം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റൈസിലേക്ക് വേണ്ട ഉപ്പ്. ഇനി വെള്ളം നന്നായി തിളച്ച് വരട്ടെ. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ച് വെള്ളം തിളയ്ക്കാൻ വയ്ക്കാം. ആ വെള്ളമൊക്കെ വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി കഴുകി കുതിർത്ത് വെച്ച അരിയാണ്, വാർത്ത് വെച്ചതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അരി ഒട്ടിപ്പിടിക്കുകയില്ല, പശ പോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 നാരങ്ങയുടെ ജ്യൂസാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മളിത് വറ്റി വരുന്ന വരെ ഇങ്ങനെ അടച്ച് വയ്ക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 3/4 വേവാവുന്ന വരെ ഇതുപോലെ നമ്മൾ അടച്ച് വയ്ക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പം നമ്മൾ ഏകദേശം 3/4 വേവായിട്ടുണ്ട്. നമ്മൾ ആ എടുത്ത് സ്റ്റോക്കില്ലേ, ചിക്കൻ വേവിച്ച സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ തീ ഓഫ് ചെയ്യണം കേട്ടോ. ഇനി ഞാനൊരു അലൂമിനിയം ഫോയിൽ എടുത്തിട്ട് ഇത് കവർ ചെയ്യണം. ഇതിൻ്റെ എയർ പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കവർ ചെയ്ത് വയ്ക്കാം. ഏകദേശം ഒരു 5 to 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളത് ദം അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ കിസ്മിസും ഉള്ളിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതാ നമ്മുടെ കാഷ്യൂ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിനി കോരിയെടുക്കാം. ഞാൻ കുറച്ച് ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതാ നമ്മുടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഈ ചോറിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാ നമ്മുടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്കിതിൽ എടുക്കാം.
അപ്പോൾ അതാ നമ്മുടെ ചോറ് ഏകദേശം ഒരു 10 മിനിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല ചൂടുണ്ട്, സൂക്ഷിച്ച് തുറക്കണം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തൂട്ടോ, എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് കമൻ്റ് ഇടണം. നല്ല ടേസ്റ്റാണ് ഇത്. കണ്ടോ, അതുപോലെ നമ്മുടെ ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, മുന്തിരി, അണ്ടിപ്പരിപ്പ്, കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇപ്പം നമ്മളിതിലേക്ക് കുറച്ച് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പൈനാപ്പിൾ പീസാക്കിയിട്ട് ഇടുകയാണെങ്കിൽ നമ്മൾ ചോറിൻ്റെ വെക്കുന്നതിൻ്റെ മുന്നേ ക്യാരറ്റും ഇതൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ പൈനാപ്പിൾ എസൻസാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കണ്ടോ, നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ മാഞ്ഞാലി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ കൂടെ ഇത് കഴിക്കാം. നല്ലൊരു ടേസ്റ്റാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. കണ്ടോ, ഇനി നമുക്കിതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ അതാ ഞാനിത് സർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചിക്കനും സലാഡും കൂടെ അച്ചാറും കൂടെ വേണമെങ്കിൽ ഇടാം. നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാഞ്ഞാലി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻ്റ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. സി യു അഗെയിൻ. വിസിറ്റ് അഗെയിൻ. ബൈ ബൈ.